കൃതികളുടെ 3 ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം വിദ്യ പഞ്ചകം. കുറവുള്ള വളരെ വേഗം നമുക്ക് എന്നോടൊപ്പം ശ്രദ്ധയോടുകൂടി മാത്രമേ ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കൂ. ഒരു വലിയ ഓട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. ആ ഓട്ടത്തിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പോടും കൂടി എല്ലാവരും ഊർജ്ജസ്വലരായിരിക്കുക. ഇരുന്നിരുന്നും അടുത്തിട്ടുണ്ടാകും. അങ്ങോട്ടേക്കൊക്കെ തിരിഞ്ഞ് ചെറിയ എത്ര പദ്യങ്ങളാണ് ഉള്ളത് എന്നത് തന്നെയാണ്. വിനായക അഷ്ടകം, ജനനി, നവരത്ന മഞ്ജരി. അങ്ങനെ ഒരു കൃതിയിലും കൃത്യമായ ശ്ലോകത്തിന്റെ എണ്ണം ഒരു സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രക്ഷിപ്തങ്ങളൊന്നും സാധിക്കില്ല, അല്ലെ? ഇടയ്ക്ക് തിരികെ വേറെ ശ്ലോകം ഒരാൾക്ക് എഴുതി ചേർക്കണം എന്ന് വെച്ചാൽ ഒരിക്കലും സാധിക്കില്ല. അത് കൂട്ടിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പഞ്ചകം എന്നതിലൂടെ. പത്തരത്തിൽ ഛന്ദോബദ്ധമായി ശാസ്ത്രനിഷ്ഠമായി ലോകം കൊള്ളിടത്തോളം കാലം ശ്രീനാരായണ ഗുരുദേവന്റെ തിരുസ്വരൂപമായി ലോകത്തിന് പ്രകാശം വരുത്തുന്ന അമൃത കിരണങ്ങളാണ് ഈ കൃതി. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയായിരിക്കില്ല. എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? ഈ അറിവായി, ഈ കൃതികളിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ അറിവായി ദൈവം പ്രകാശിച്ചു. ആ പ്രകാശത്തെ കാണണമെങ്കിൽ, ഗുരുവിന്റെ സ്വരൂപത്തെ കാണണമെങ്കിൽ ഈ അറിവിലേക്ക് നമ്മുടെ ദൃഷ്ടി വരുമ്പോഴാണ് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് സ്വാമിജിയുമായി നാം സംശയങ്ങളൊക്കെ ചോദിച്ച് നിവർത്തി വരുത്തുകയായിരുന്നു 2 ദിവസങ്ങൾക്ക് മുന്നേ. ഇപ്പോൾ രമണാശ്രമത്തിൽ സന്ദർശിച്ച ഗുരുദേവ ശിഷ്യൻ ഗുരുകുലത്തിലെ മംഗളാനന്ദ സ്വാമികളാണ് നോട്ട്ബുക്കിൽ നിന്നും ഈ ബ്രഹ്മവിദ്യ പഞ്ചകം എന്ന കണ്ടെടുത്തത്. പിന്നീട് ഗുരുദേവ കൃതികളിൽ ചേർക്കുകയായിരുന്നു. രമണ മഹർഷിക്ക് അദ്ദേഹം ബ്രഹ്മനിഷ്ഠനും ഒക്കെ ഗുരുദേവ നോട്ട്ബുക്കിൽ എഴുതി, നല്ല അക്ഷരത്തിൽ എഴുതി സൂക്ഷിക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ഗുരുദേവന്റെ ആത്മോപദേശ ശതകം, മുനിചര്യ പഞ്ചകം, ഇതൊക്കെ രമണ മഹർഷിയുടെ നോട്ട്ബുക്കിൽ കാണാൻ സാധിക്കും. സച്ചിദാനന്ദ സ്വാമികൾ രമണാശ്രമത്തിൽ പോയി താമസിച്ച് അത്ഭുതകരമായ രീതിയിൽ ആ നോട്ട്ബുക്ക് കണ്ടെടുത്ത വിവരം നേരത്തെ ധർമ്മമീമാംസാ പരിഷത്തിലൊക്കെ എവരോടും പങ്കുവച്ചിട്ടുള്ളത് നമുക്കറിയാം. പത്തരത്തിൽ സ്വർണ്ണ ഹസ്തങ്ങൾ എന്ന പേരിൽ രമണ മഹർഷിയുടെ നോട്ട്ബുക്ക് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കൃതി അവിടെ എഴുതി സൂക്ഷിക്കുക എന്ന് മാത്രമല്ല, ശിഷ്യന്മാരെ കൊണ്ട് അത് പാടി സ്വയം കേട്ട് രസിക്കുന്നതായിരുന്നു രമണ മഹർഷിയുടെ ഏറ്റവും വലിയ സന്തോഷം. ഒന്ന് നാം ആലോചിക്കണം, ആത്മനിഷ്ഠനായ ബ്രഹ്മനിഷ്ഠനായ ഇനിയൊന്നും അറിയാനില്ലാത്ത എല്ലാം അറിഞ്ഞ മഹാജ്ഞാനി പോലും ആത്മോപദേശ ശതകം കേട്ട് ഗുരുവിന്റെ കൃതി വീണ്ടും വീണ്ടും കേട്ട് വീണ്ടും വീണ്ടും സന്തോഷത്തിലേക്ക്, പരമാനന്ദത്തിലേക്ക് മനസ്സിനെ വ്യാപിപ്പിക്കുന്ന എത്ര നിർവൃത്തിദായകമായ നിമിഷമാണ്. ഗുരുദേവ കൃതികളിൽ ഏറെയും ശാസ്ത്രത്തിനും സൂത്രത്തിനും ഒക്കെ അപ്പുറം ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മതപസ്സാണ് ഈ കൃതികളിൽ നിറഞ്ഞു പ്രകാശിക്കുന്നത്. സാ അനുഭൂതിയാണ്, മറ്റാർക്കും ലഭിക്കാത്ത അധ്യാത്മ അനുഭൂതിയുടെ നിറവിൽ നിന്നുകൊണ്ടാണ് ഗുരുദേവൻ ഓരോ കൃതിയും ഓറിയിട്ടിരിക്കുന്നത്. പ്രത്യേകമായി എഴുതുന്നതല്ല, മനസ്സിലേക്ക് സന്നിവേശിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിനപ്പുറമുള്ള ആ തലത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുമ്പോൾ ആത്മനിഷ്ഠമാകുമ്പോൾ കൃതികൾ ഓരോന്നും സംജാതമാവുകയാണ് ചെയ്യുന്നത്. അതിനെല്ലാവർക്കും വ്യാഖ്യാനം പറയാമെന്ന് ചോദിച്ചാൽ എന്താണ്? വ്യാഖ്യാനം പറയാനേ പറ്റില്ല, അല്ലേ? മാർനാശാൻ ഗുരുവിന്റെ കൃതിക്ക് വ്യാഖ്യാനം എടുക്കുമ്പോൾ ഗുരുദേവൻ പറയുന്നത്, കുമാരൻ വൈക്കോൽ കെട്ടാൻ
വള്ളി അന്വേഷിക്കുന്നു അല്ലെ. വൈക്കോലിന് അദ്ദേഹം വള്ളി അന്വേഷിക്കേണ്ട ആവശ്യമില്ല അല്ലെ, എല്ലാവർക്കും അറിയും. അത്തരത്തിൽ ഗുരുവിന്റെ അനുഭവത്തെ ആകെ ഈ കൃതികളിൽ സന്നിവേശിച്ചിരിക്കുകയാണ്. ഓരോന്നും മനനം ചെയ്യുമ്പോൾ, ശ്രവണം ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനെ തന്നെയാണ്. ആ ഗുരു സ്മരണയോടുകൂടി നമുക്ക് ഈ കൃതിയിലേക്ക് പ്രവേശിക്കാം. കൃതി ചൊല്ലിത്തരാം. എല്ലാവരും ഒന്ന് നേരിട്ട് ചൊല്ലുക, ഓരോ പദങ്ങളായിട്ട്. നിത്യാനിത്യ വിവേകരോഗി നിതരാം നിർവേദമാവത്യ സദ്വിദ്വാനത്ര ശമാദിഷഡ്കലസിതഃ സ്യാന്മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത്കോഹമിദം കുതോ ജഗതിതി സ്വാമിൻ വദത്തം പ്രഭോ. ആദ്യത്തെ പദ്യത്തിൽ ഇതിന്റെ അധികാരിയെ പറയുകയാണ്. ഓരോന്നിനും ഓരോ അധികാരികളുണ്ട്. സൂക്ഷിക്കുന്ന അധികാരിയല്ല. അധികാരി ആരാണ്? 10ാം ക്ലാസ് കഴിഞ്ഞ ആളാണ് കൃഷ്ണന് പോകുന്നത് അധികാരി അല്ലേ. അധികാരി ആരാണ്? 10ാം ക്ലാസ് പാസ്സായ ആൾ. ഈ ബ്രഹ്മവിദ്യ അധികാരി എന്ന് ഈ പദ്യത്തിൽ ദേവൻ അദ്ദേഹം ശതകം വിൽക്കാൻ വേണ്ടി പോയ കഥ നമുക്കറിയാം അല്ലേ. ഗുരുദേവന്റെ ആത്മശതകം പുസ്തകങ്ങളാണ്. തിരുവനന്തപുരത്ത് ആറാട്ടിന് പോയിട്ടാണ്. ആറാട്ട് കാണാൻ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുവിനോട് പറഞ്ഞ് ആത്മോപദേശം വിൽക്കാൻ പോവുകയാണ്. എന്ത് ചെയ്തു? ആറാട്ട് കാണാൻ പോയി. പൊക്കോളൂ, പുസ്തകം വിൽക്കാൻ പൊക്കോളൂ. വാങ്ങില്ല എന്ന് പറഞ്ഞു. എല്ലാവരും വാങ്ങുന്ന സ്വാമി. നല്ല ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ആത്മോപദേശ ശാസ്ത്രകൃതി ഇതാ വിൽക്കാൻ പോകുന്നു പോയി വിളിച്ചിട്ടും ഒരു ദിവസം കൊണ്ടുവന്നിട്ടും ഒരാള് പോലും ആ പുസ്തകം വാങ്ങിയില്ല. ഭാർഗവൻ വൈദ്യൻ നിരാശനായി തിരികെ വന്നു. ഗുരു പറഞ്ഞു, അത് ജിജ്ഞാസുക്കൾക്കുള്ളതാണ്. ആർക്കുള്ളതാണ്? ജിജ്ഞാസുക്കൾക്കുള്ളതാണ്. ആറാട്ട് കാണാനും പൂരം കാണാനും നടക്കുന്നവർക്കുള്ളതല്ല ഗുരുദേവന്. അതിനെന്തുണ്ടാകണം? ജിജ്ഞാസ ഉണ്ടാകണം. നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ എന്ത് വേണം? ദാഹം ഉണ്ടാകും. പിപാസ എന്ന് പറയും. പിപാസയുള്ളവർക്കാണ് വെള്ളം ആവശ്യം. ദാഹം ഇല്ലാത്തത് എത്ര ദാഹിച്ചാൽ നമ്മൾ വെള്ളത്തിന് അന്വേഷിക്കും അല്ലെ. ഇവിടെ കൃത്യമായിട്ട് വെള്ളം കിട്ടുന്നത് കൊണ്ട് ഈ വെള്ളം കിട്ടുന്നവരെ പ്രത്യേകിച്ച് ഈ ക്ലാസ് അവരെ ഏറ്റവും അനുഗ്രഹദായകമായിരിക്കും. കാരണം എന്താണ്? നമ്മൾ അറിയുന്നില്ല, അവരാണ് ജിജ്ഞാസ ചെയ്യുന്നത്. നമ്മുടെ പുണ്യങ്ങളുടെ എന്താണ്? പുണ്യങ്ങളുടെ നല്ലൊരംശം അവർക്ക് ലഭിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഓടി നടന്ന് ഇവിടെ വെള്ളം കൊടുക്കുകയാണ്. അത്തരത്തിൽ വിവാസ സമർപ്പിക്കുക അല്ലെ. അതിന് കാണിച്ചു തരണം. കോട്ടയം തന്നെ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് കുളിക്കാൻ പോകാം എന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടി കുളിക്കാൻ പോയി. നദി ഇറങ്ങി. ഗുരു മുങ്ങി, ശിഷ്യന് മുങ്ങി. മുങ്ങിയ ശിഷ്യനെ ഗുരു എന്ത് ചെയ്തു? മുക്കി തന്നെ പിടിച്ചുകൊണ്ടിരുന്നു. പൊക്കിയില്ല. കുറെ സമയമായപ്പോ എന്ത് ചെയ്തു? തലയെ കുടഞ്ഞ് മരിക്കാറാവുന്നു. പെടഞ്ഞപ്പോ എന്ത് ചെയ്തു? മൂന്നാമത്തെ കുടഞ്ഞപ്പോ പൊക്കിയെടുത്ത് കരയ്ക്കത്ത്. ഒരു ഈശ്വരനെ കാണണമെന്ന് ചോദിച്ചതേ ഉള്ളൂ. എല്ലാം മുക്കി കൊല്ലാൻ പോവുകയാണോ എന്ന് ദേഷ്യപ്പെട്ടു. പറഞ്ഞതാണ്, നിനക്കിപ്പോ എന്തുണ്ടായി? ഒരു പിടയലുണ്ടായി അല്ലെ. ഒരവസ്ഥ ഉണ്ടായി നിനക്ക്. വെള്ളത്തിന് വേണ്ടി, പ്രാണന് വേണ്ടി നീ പിടയെങ്കിലും ഒരു ജിജ്ഞാസ നിനക്കുണ്ടായിരുന്നു. വേണ്ടി എപ്പോൾ നിന്റെ അപ്പോൾ മാത്രമേ അതിനെയാണ്
പഠിക്കാൻ വന്നിരിക്കുകയാണ് അല്ലെ. 3 ദിവസവും വന്നത് നമുക്കറിയാം അല്ലെ. അല്ല, ആരുടെയൊക്കെ കയ്യിൽ ഹൃദയവൃതികളുണ്ട്? എത്ര പേരുണ്ട്? ഇത്രയും പേരുള്ളൂ. ഹൃദയവൃതി ഇല്ലാതെ എത്ര പേരുണ്ട് ഇരിക്കുന്നു? എന്തിനാണ് വന്നത്? ഹൃദയവൃതി ഉണ്ടെന്നേ ചോദിച്ചത്. മനഃപൂർവ്വം പ്രിന്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അതിലൊന്നും പ്രിന്റ് ചെയ്യേണ്ട. ജിജ്ഞാസുക്കളാണെങ്കിൽ ഇവരെന്ത് കൊണ്ടുവരും? ഹൃദയവൃതി കയ്യിൽ കൊണ്ടുവരും. യാത്രയിൽ കൂടെ കൊണ്ട് നടക്കും. ഒരു ക്രിസ്ത്യാനിയെ കണ്ട് പഠിക്കണം. അവർ പള്ളിയിൽ പോയ ചർച്ചിൽ പോയാൽ അവന്റെ കയ്യിൽ എന്തുണ്ടാകും? ബൈബിൾ ഉണ്ടാകും. നമ്മൾ ശിവഗിരിയിൽ വന്നിട്ട് 3 ദിവസം ധർമ്മമീമാംസാ പരിഷത്തിന് വന്നിട്ട് നമ്മുടെ കയ്യിൽ എന്തില്ല? ഹൃദയവൃതി ഇല്ല എങ്കിൽ നമ്മൾ ആരാണ്? ജിജ്ഞാസുക്കളാണോ? അപ്പോഴാണ് ഇവിടെ തരംതിരിക്കപ്പെട്ടു അല്ലെ. ഹൃദയവൃതി ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇരിക്കുന്നവർ പോയി ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഹൃദയവൃതി കൊണ്ടുവന്നിട്ട് ക്ലാസ് വെച്ചിരുന്നാ ഇപ്പൊ കൊടുക്കും. ഇപ്പൊ എന്താണ് ഈ മദ്യം നോക്കണ്ടേ? ബ്രഹ്മവിദ്യാഭ്യാസം പഠിക്കണ്ടേ? ടെസ്റ്റ് ഇല്ലാതെ എങ്ങനെ പഠിക്കും? സ്കൂളിൽ പാഠ പുസ്തകമില്ലാതെ വിദ്യാർത്ഥി ക്ലാസ്സിൽ ഇരുന്നാൽ അധ്യാപകൻ എന്ത് ചെയ്യും? ഇതെന്താണ് ഇങ്ങനെ നാട്ടിൽ വഴിയോരത്തൊക്കെ നമ്മൾ മോരും വെള്ളം കൊടുക്കും ഉത്സവത്തിന്. കണ്ടിട്ടുണ്ടോ? ഉത്സവത്തിന് മോരും വെള്ളം കൊടുക്കും. അത് മോരും വെള്ളം എന്നാണ് പേര്. ഒരു ഭാഗം എന്താണ്? വെള്ളമാണ്. അതിലെന്ത് ചെയ്യും? ഒരു 10 തുള്ളി വെള്ളം എടുത്തിട്ട് ഒരു തുള്ളി മോര് ഒഴിച്ചിട്ട് കുറെ കറിവേപ്പിലയിട്ട് കലക്കി അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഉത്സവത്തിന് ഇങ്ങനെ വെറുതെ കൊടുക്കുകയാണ് അല്ലെ. അതെന്ത് ചെയ്യും? പാടി കൊടുക്കുന്നവർക്കും ഒരു ശ്രദ്ധയില്ല. കുറെയൊക്കെ താഴെ പോകും, കുറെ നിൽക്കും, ഇങ്ങനെ മോര് കൊടുത്തോണ്ടിരിക്കും. കുടിക്കുന്നവർക്കും ഒരു ശ്രദ്ധയില്ല. എങ്ങനെ കുടിക്കും? കുറേയൊക്കെ ഇതിലേക്ക് ഒഴുകിയൊക്കെ പോയി അങ്ങനെ കുടിച്ച് അങ്ങനെയൊക്കെ ആക്കി കുറെ കുടിക്കും, കുറെ കളയും. ഇങ്ങനെ വെറുതെ കിട്ടുന്ന ഒരു ലാഘവം. പക്ഷെ എന്താണ്? അതിൽ ശ്രദ്ധ വരുമ്പോഴാണ് നമുക്ക് ജിജ്ഞാസ ഉണ്ടാകുന്നത്. ആ പിടയിൽ ഉണ്ടാകുന്ന പ്രാണന് വേണ്ടി പിടയുന്നത് പോലെ ഇതിനു വേണ്ടി ആത്മവസ്തുവിന് വേണ്ടി നമ്മൾ എപ്പോഴും പിടയുന്ന ആ നിമിഷത്തിലാണ് അനുഭവം നമുക്കുണ്ടാകുക അല്ലെ. ഇത് വെറും വാക്കല്ല, മറിച്ച് സത്യാനുഭവം അല്ലെ. അതികഠിനമായ ശേഷം പറയുന്നുണ്ട്, ഗുരുവിനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് 2 ഭാഗത്തും പൃഷ്ഠഭാഗത്തിൽ കരിമ്പാറ പോലെ തഴപ്പിച്ചിരിക്കുന്നത്. എന്താണ് സ്വാമി ഇതെന്ന് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞ ഉത്തരം എന്താണ്? ഇടത്തരം ഗുഹയിലെ പാറകളോട് പോയി ചോദിക്കാൻ പറയുന്നു. ഇതെന്താണ് ഈ തഴമ്പെന്ന്? ഇടത്തരം ഗുഹയിലെ പാറകളോട് ചോദിക്കാൻ പറയുന്നു. അത്രയേറെ ആ തപസ്സിൽ നിന്നാണ് ഇത്. ജിജ്ഞാസുക്കൾക്കല്ല എന്താണ് ആർക്കും പിടികിട്ടുകയില്ല. ജിജ്ഞാസ ആരും ഇത് കേട്ടിട്ട് പ്രയോജനമില്ല. വീട്ടിൽ പോയി വല്ല വാഴയോ കപ്പയോ ഒക്കെ നട്ടാൽ എന്താണ് അല്ലെ. അല്ല, വാഴ കുറച്ച് കുറെ ഉണ്ടാകും. കപ്പ് വാങ്ങുമ്പോ നല്ല കപ്പ്. എന്തിന് നമ്മുടെ സമയം കളയുന്നു? ജിജ്ഞാസ ഉണ്ടെങ്കിൽ മാത്രം ഇരുന്നാൽ മതി. അതാണ് അതിന്റെ മൂല്യം. വിഷമിച്ച് വീർപ്പുമുട്ടി ഇതിങ്ങനെ ഇരുന്ന് കേൾക്കണമല്ലോ എന്ന് വ്രതം പിടിച്ച് ആരും ഇരിക്കണ്ട. എന്താണ്? ഇത് അമൂല്യമായ വസ്തുവാണ്. ഇറങ്ങി പോകാൻ തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം? ഇറങ്ങി പോകാൻ, കാറ്റ് കൊള്ളാം, വർത്താനം പറയാം, ഫോൺ നോക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിന് മാത്രം വന്നിരിക്കുന്നവർ ഇതിനെ ശ്രദ്ധിച്ചാൽ മതി, കേൾക്കാൻ മതി. കേൾക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ കേൾക്കണം? ചെവികൊണ്ട് മാത്രം കേട്ടാൽ പോരാ. കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമുക്ക് എന്തൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ അത്രയെല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓരോ രോമകൂപങ്ങൾ കൊണ്ടും നമുക്ക് ഈ സത്യത്തെ സംശീകരിക്കാൻ സാധിക്കും. ഈ അന്തരീക്ഷമാകെ ഈ സത്യം നിറഞ്ഞിരിക്കുകയാണ്. ഇതിന് എന്തുകൊണ്ടാണ്? ഒരു ഇന്ദ്രിയം കൊണ്ട് മാത്രമല്ല, ചെവി കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട് മാത്രമല്ല, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പരിപൂർണമായ ശ്രദ്ധ ഒരു ടോർച്ച് എന്നതുപോലെ ഈ ബ്രഹ്മ വസ്തുവിലേക്ക് വരുമ്പോൾ മാത്രമാണ് അതിന്റെ സ്പാർക്കിംഗ് നമ്മൾ ഉണ്ടാകുക അല്ലെ. അതിനെ പറ്റി ഗുരു പറയുന്നുണ്ട്. എങ്ങനെയാണ്? അഗ്നി പോലെ അരണി കടയുമ്പോൾ പെട്ടെന്ന് അഗ്നി ഉണ്ടാകും, ഒരു സ്പാർക്കിംഗ് ഉണ്ടാകും, ഒരു സ്ഫുലിംഗം ഉണ്ടാകുന്നത് പോലെ ആ നിമിഷം ഇങ്ങനെ അഗ്നി ഒന്ന് പിന്നി പറയും. ആ സ്ഫുലിംഗത്തെയാണ് ഒരു ശിശുവിനെ ഒരു കൈക്കുഞ്ഞിനെ എടുക്കുന്നത് പോലെ പണ്ട് യാഗത്തിന് വേണ്ടി ഒരു പഞ്ഞിയിലേക്ക് ഏറ്റുവാങ്ങി അതിനെ ഊതി ഊതി പെരുക്കിയാണ് വലിയ യാഗാഗ്നി ആയി മാറ്റുന്നത്. ആ യാഗാഗ്നി കൊണ്ട്
ലോകം മുഴുവൻ ദഹിപ്പിക്കാൻ സാധിക്കും. ചെറിയൊരു കണം അഗ്നിയാണ്. അതിനെ ആ സമയത്ത്, ഏത് സമയത്താണോ നമ്മളിൽ ആ സ്പാർക്കിംഗ് ഉണ്ടാകുന്നത്, ആ അഗ്നി സ്വലിക്കത്തെ നമ്മൾക്ക് ഏറ്റു വാങ്ങുവാൻ സാധിക്കണം. ഒരു പഞ്ഞിയിൽ ഏറ്റു വാങ്ങി അതിനെ ഊതി 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 പെരുക്കിയാണ് വലിയ യാഥാഗ്നിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഒരംശമേ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ? ഇവിടെ വന്ന് നമ്മൾ പരാതി ഒരു ഗുരുദേവ കൃതി മുഴുവൻ പഠിക്കാൻ സാധിക്കും. ഒരു കൃതി എന്താണ് ഞങ്ങൾക്ക് മുഴുവൻ ഏറ്റുപഠിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ 10-18 വർഷമായിട്ട് വന്ന് പഠിച്ച് ഞങ്ങൾ പഠിച്ചിട്ടില്ല ഒരു കൃതി മുഴുവനായിട്ട്. ഒരു കൃതി മുഴുവനായിട്ടുള്ള അല്പം എന്താണ്, ഇതൊരു മഹാസാഗരമാണ്. ഇതിന്റെ അരികത്ത് പോയി നിന്നിട്ട് ഒരംശം തൊട്ടിങ്ങനെ നാക്കി വെക്കാനേ നമുക്ക് ഈ ജന്മം സാധിക്കില്ല. അത് ഇറങ്ങിയിരുന്നു പോലും നമുക്കറിയില്ല. എത്രയെങ്കിലും കിട്ടിയാൽ ഭാഗ്യം അല്ലെ? കിട്ടിയവർ ധന്യന്മാർ. ഈ ജന്മത്തിൽ കിട്ടിയാൽ നമ്മുടെ ജീവിതം ധന്യമായി. നമുക്ക് എന്താണ് വിശിഷ്ടമായ ഈ കൃതിയിലേക്ക് കിടക്കാം. എന്താ പറയുന്നത്? നിത്യാനിത്യ വിവേകം. 4 ഗുണങ്ങളെ പറയുന്നു. എന്താ ഗുണങ്ങള്? നിത്യാനിത്യ വസ്തു വിവേകം, ഇഹ അമുത്രാർത്ഥ ഫല ഭോഗ വിരാഗം, സമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം ചെയ്യുന്നു. 4 ഗുണങ്ങൾ ഉള്ളവർക്കാണ് ഈ ബ്രഹ്മവിദ്യക്ക് അധികാരി. ഒന്നാമത്തെ എന്താണ്? നിത്യാനിത്യത്തെ കുറിച്ചുള്ള വിവേകം ഉണ്ടാകണം അല്ലെ? പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട്, നമുക്കറിയാവുന്നതും കേൾക്കാവുന്നതുമായിട്ട് എന്താണ് ധാരാളം അനുഭവങ്ങൾ നമുക്കുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നു, ചെവികൊണ്ട് കേൾക്കുന്നു, ഇന്ദ്രിയവേദ്യമായ എല്ലാ അനുഭവങ്ങളും നമുക്കുള്ളപ്പോഴും വിവേകശാലിയായ ഒരുവർ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കും, നിത്യമേത് അനിത്യമേത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പോയിട്ട് നല്ല പായസം കുടിക്കും അല്ലെ? പായസം കുടിക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത്? എനിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകണം. പായസം കഴിക്കുമ്പോൾ എന്താണ് അല്ലെ? പായസം കുടിച്ചുകൊണ്ടേയിരിക്കും. ക്ലാസ് കേൾക്കുമ്പോൾ എന്താണ്? ക്ലാസ് കാലത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് അല്ലെ? അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അറിയുന്നത്. കൊണ്ടുന്ന ഊണിന്റെ ടേസ്റ്റ് അറിയുന്നില്ല, കാണുന്ന കാഴ്ചയുടെ ഭംഗി അറിയുന്നില്ല. എങ്ങനെയോ യാന്ത്രികമായി ജീവിച്ചാൽ നമുക്കത് അറിയാൻ പറ്റില്ല. എന്താണ്? പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കണം, നല്ല സുഖമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് നിത്യമാണോ? ഇല്ല. ഇത് കഴിയുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തീർന്നു അല്ലേ? എന്താണ്? അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് ജ്യൂസ് കുടിച്ചു, അത് നിത്യമാണോ? അല്ല. ഇന്ദ്രിയ അനുഭവങ്ങളൊന്നും നിത്യമല്ല. വിവേകശാലിയായ അവൻ എന്ത് ചെയ്യും? സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും, അതുപോലെ തന്നെ ദുഃഖം വരുന്നു അല്ലേ? നമുക്കൊരു രോഗം വന്നു, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും മരിച്ചുപോയി, അവിടെ പോയി ഈ മൃതശരീരത്തിന് അരികത്ത് കിടന്ന് നമ്മൾ അലവിളിച്ച് കളയും. അപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇത് നിത്യമാണോ? ഇത് പോകും, അടുത്തത് വരും അല്ലെ? സുഖം വന്നു, അല്ലെ? സുഖം ഇത് കൊണ്ടുവന്നു, ഇത് പോകും, അടുത്തത് വരും. ഇതെന്താണ്? സുഖ ദുഃഖ അനുഭവങ്ങൾ ദ്വന്ദ്ങ്ങളിൽ നമ്മുടെ മനസ്സിനെ വ്യാപരിക്കാതെ എന്താണ് വിവേകം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിത്യമല്ല, ഇത് നിത്യമല്ല, അത് നിത്യമല്ല എന്നുള്ള നിരന്തരമായ വിവേകത്തിലേക്ക് നമ്മുടെ പ്രജ്ഞയെ ഓരോ നിമിഷവും എന്താണ് നിത്യാനിത്യ വിവേകം വിവേകശാലിയായിരിക്കണം. ഇതെന്താണ്? ഒരു നിമിഷം കേട്ട് നിത്യാനിത്യ വിവേകത്തിലെല്ലാം നിത്യമായതിനെ അനിത്യമായതിനെ പറയാൻ കഴിയുമ്പോൾ എന്താണ് നിരന്തരം നമ്മുടെ ചിത്തവൃത്തിയായി ഇത് മാറണം. എഴുതി പോയാൽ പോലെ ഓരോ നിമിഷവും സുഖം വരുമ്പോൾ, കാറ്റ് വന്നു സുഖം, കാറ്റ് പോയി, അപ്പോഴും എന്താണ് വെള്ളം കിട്ടി, ഇന്ന് കിട്ടി, ഇന്നലെ കിട്ടിയില്ല, നാളെ കിട്ടും, എന്താണ് അതും ദുഃഖം. ഇതെല്ലാം മാറി മറയുന്നതാണ് ഇതിന്റെ ചിന്ത. ഗീതയിൽ ഭഗവാൻ പറയുന്നു, ദുഃഖേഷ അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതനിരുച്യതേ. ദുഃഖം വരുമ്പോൾ കിടന്ന് വേവലാതിപ്പെടുന്നില്ല. സുഖേഷു വിഗതസ്പൃഹ, സുഖം വരുമ്പോൾ സ്പൃഹ എന്ന് വെച്ചാൽ കുടിക്കാനുള്ള അത്യധികമായ ആഗ്രഹം, അനുഭവിക്കാനുള്ള അത്യധികമായ ആഗ്രഹം. സുഖം വരുമ്പോഴെന്താണ് കൂടുതൽ കിട്ടട്ടെ എന്ന് അത്യാർത്ഥപ്പെടുന്നില്ല. അങ്ങനെയുള്ളവനാണ് സ്ഥിതതി എന്ന് പറയുന്നത്. അവന്റെ പ്രജ്ഞ എന്താണ്? അവനെയാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത്. ഇതെന്താ? നിരന്തരം പരിശീലിക്കണം അല്ലെ? യോഗയും ധ്യാനം ഒക്കെ നമ്മളെന്താണ് ഡാൻസും ഒക്കെ നിരന്തരം പരിശീലിക്കുന്നത് പോലെ ഈ ബ്രഹ്മവിദ്യയും നമ്മൾ പരിശീലിക്കണം. ഒരു കാര്യം പരിശീലിക്കാൻ സാധിച്ചില്ല എങ്കിലും നിത്യാനന്ദ വിയോഗത്തിൽ ആദ്യത്തെ പടിയാണ്. ആദ്യത്തെ പടി കേടാതെ രണ്ടാമത്തെ പടി
കയറാൻ സാധിക്കില്ല. ആദ്യത്തെ പണിയെങ്കിലും നമ്മൾ പരിശീലിക്കണം. റോട്ടിലൊക്കെ നമ്മൾ വിചാരിക്കും വളരെ പ്രയാസകരമാണല്ലോ. കൊച്ചു പിള്ളേർ രാവിലെ 7 മണിയാകുമ്പോൾ ഈ റോട്ടിൽ കൂടി ഈ വീല്, ചെരുപ്പുള്ള വീല്, എന്താ പറയുന്നത്, സ്കോളർ, അത് കൂടി ഇങ്ങനെ തെറ്റിടക്കുന്നതാണ് അല്ലേ? നമ്മൾ വിചാരിച്ച ചെരുപ്പുണ്ടാക്കി കയറിയാൽ പറ്റുമോ? തെന്നി അടിച്ച് ഉടക്കിടക്കും അല്ലേ? പിന്നെ ആരെങ്കിലും ആംബുലൻസ് ഒന്ന് എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഇപ്പൊ എന്താണ്? അവരുടെ പരിശീലനമാണ്. നിരന്തരം അതിൽ കയറി തെന്നി പോയാൽ നമുക്കതിങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. വണ്ടിയുടെ ഇടയ്ക്ക് കൂടി ഇതിന്റെ ഇടയ്ക്ക് നല്ല രസമാണ് പോകുന്നത് അല്ലേ? നല്ല സുഖമായിട്ട് ഇങ്ങനെ പോകാൻ സാധിക്കും. അതാണ് അവരുടെ അഭ്യാസമാണ്. അത്തരത്തിലുള്ള ഒരഭ്യാസം ഭഗവാൻ തന്നെ പറയുന്നു, അഭ്യാസേന കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. നിരന്തരമായ അഭ്യാസം നമുക്കുണ്ടാകണം, വൈരാഗ്യവും ഉണ്ടാകണം. വിഷയവിരക്തന്മാരായി സ്ഥിരമായി പരിശീലിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്ത് എഴുതിയിരിക്കുന്നത്? ഉപനിഷത്ത് അല്ലെ? ഉപവിശരണഗതി അവസാദനേഷു എന്നാണ് അതിന്റെ അന്വയം. അതാണ് അടുത്തിരുന്നു കൊണ്ട് വിഷയവിരക്തന്മാരായി സ്ഥിരമായി പരിശീലിക്കുന്നവരെക്കാണ് ഉപനിഷത്ത് ഉപദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ്. അത് എല്ലാവർക്കും പിടിച്ച് മൈക്കേണ്ടി പറയുകയല്ല, ചെവിയിൽ പറഞ്ഞതാണ് ഗുരു ഉപദേശിക്കുന്നത്. അതിന്റെ ക്രമം ഒക്കെ മനോഹരമായി ഗുരുദേവൻ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗുരു ശിഷ്യൻ ഗുരുവിനെ എങ്ങനെ സമീപിക്കണം, ആ ഗുരു ഇത്രയും സാധന സദൃഷ്ട സമ്പത്തി ഉണ്ടാകണം, ഉണ്ടായതിനു ശേഷം ഒരു ശിഷ്യൻ ആയി തീരണം. ആ ശിഷ്യൻ പോയിട്ട് എന്ത് ചെയ്യണം? ആ ഗുരുവിനെ സമീപിക്കണം. അപ്പോൾ ആ ഗുരു എന്തൊക്കെ പറയും, ആ പറഞ്ഞതിനെ എങ്ങനെ ബോധിക്കുന്നു, ആ ബോധിച്ചതിന് ശേഷം പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ശിഷ്യൻ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ടാണ് അവസാനം ഇത് പര്യവസാനിക്കുന്നത് അല്ലെ? അത്രയും മാത്രം നിർവൃതിദായകമായ ഈ കൃതി എന്താണ്? നേരെ പറഞ്ഞതുപോലെ ആശ്ചര്യവച്ചൈനം അന്യശ്രുണോതി എന്ന് പറയുന്ന പോലെ ആശ്ചര്യപ്പെട്ട് നമുക്കിങ്ങനെ ഇത് കേട്ടിരിക്കാനേ പറ്റും. ഇത് കഥയാണോ കാര്യമാണോ? ഒരു മാജിക്കുകാരൻ മാജിക് കാണിക്കുമ്പോൾ, ഇന്ദ്രജാലം കാണിക്കുമ്പോൾ അതിനെ കണ്ട് പരിഭ്രമിച്ചെന്താണ് വിസ്മയിച്ചിരിക്കുന്നത് പോലെ നമുക്കിത് കേട്ടിരിക്കാൻ സാധിക്കുന്നു അല്ലെ? അത് തന്നെ പരമഭാഗ്യമല്ലേ? എത്രയോ ആളുകൾ ഇത് കേൾക്കാൻ പോലും ലഭിക്കുന്നില്ല അല്ലെ? സത്യത്തെ അറിയാൻ പോലും ശ്രമിക്കുന്നു. ഗുരുദേവനാൽ ശാരദാംബയാൽ സെലക്ട് ചെയ്ത നിയോഗിക്കപ്പെട്ട നമുക്കിതിന് പരമഭാഗ്യം ഉണ്ടായി അല്ലെ? പരമഭാഗ്യം തന്നെ പറയുന്നു നാം. അത്തരത്തിലുള്ള പരമഭാഗ്യത്തിന്റെ അതിരേഖത്തിലാണ് നമ്മൾ വിടുവന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ഭാഗ്യവാന്മാരാണ് അല്ലെ? നമ്മൾ പാകിസ്ഥാനായതിന്റെ അവസ്ഥയെ ആലോചിച്ച് നോക്കി. ഇതെല്ലാം മേലെ കൂടി വന്ന് വീണു, എല്ലാം തകർന്ന് പത്രത്തിൽ ടിവിയിലൊക്കെ കാണുമല്ലോ. പാകിസ്ഥാനിൽ പോയി ജയിക്കാതെ, ചൈനയിൽ പോയി ജയിക്കാതെ, മലയാളത്തിൽ ജനിച്ച് നല്ല സമശീതോഷ്ണ കാലാവസ്ഥയിൽ തേങ്ങ ഇഷ്ടം പോലെ, വെളിച്ചെണ്ണ ഇഷ്ടം പോലെ, നല്ല വെള്ളം ഇതൊക്കെ കുടിച്ചെന്താണ് ശിവഗിരി വന്നു അല്ലെ? എന്താണ് ആ ഗുരുവിനെ സമീപിച്ചു. അവിടെ വന്ന് തൊട്ട് മുമ്പിലിരുന്ന് അല്ലെങ്കിൽ പുറകിലിരുന്ന് ഇവിടെ എന്തായിരുന്നതാണ് നമുക്ക് കേൾക്കുന്നത്. എത്ര വലിയ ഭാഗ്യവാന്മാരാണ്! ഇതിൽ പരം ഭാഗ്യം നമുക്ക് ലഭിക്കാനുണ്ടോ അല്ലെ? അത്തരത്തിലുള്ള പരമഭാഗ്യാഗ്രഹത്തിൽ നമ്മൾ ഇരിക്കുന്നു. കുറച്ചൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്താണ് ഒന്ന് കറക്റ്റ് ചെയ്താൽ നമ്മളെല്ലാം എടുക്കന്മാരും മെഡിക്കുകളും ഒക്കെ ആയിത്തീരുന്നു. പറയുന്നു വിദ്യാനിത്യ വിവേകത നിർവേദം. വിദ്യാനിത്യ വസ്തുക്കൾ ഉണ്ടാകും, ഉണ്ടാകും വൈരാഗ്യം ഉണ്ടാകും അല്ലെ? അനിത്യമായതൊക്കെ പോട്ടെ, അതൊന്നും വേണ്ട. അജികേതസ് യമൻ എടുത്തു പോയി, എന്തൊക്കെ ചോദിച്ചു? രഹസ്യം ചോദിക്കാൻ പോയി. കഥയെല്ലാം നമുക്കറിയാം, ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയപ്പോ അച്ഛനാണ് യാഗം നടത്തിയത്. വാചസ്രവസ് യാഗം നടത്തി. എന്തൊക്കെയാണ് കൊടുത്തത്? ഇതൊരു യാഗമാണ്, യജ്ഞമാണ്. യജ്ഞത്തിന് ശേഷം ഒരു ദക്ഷിണ കൊടുക്കണം അല്ലെ? ഋത്വിക്കുകൾക്കും പുരോഹിതന്മാർക്കും എന്താണ് ദക്ഷിണ കൊടുക്കുമ്പോഴാണ് അതിന്റെ പുണ്യം ലഭിക്കുക അല്ലെ? നമ്മുടെ ധർമ്മമീമാംസ പരിഷത്ത് നടത്തുമ്പോഴല്ല, എന്താണ് ഒരു ദക്ഷിണ കൊടുക്കും അല്ലെ? നമ്മുടെ ജില്ലാ പരിഷത്തിലേക്ക് വിളിച്ചോണ്ട് പോയാൽ വണ്ടിക്കൂലി പോലും തരാതെയാണ് വിടുന്നത്. എന്താണ് അതിന്റെ പുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ദക്ഷിണ കൊടുക്കണം അല്ലെ? 1 രൂപ ആയിക്കോട്ടെ, അതിന്റെ വലുപ്പ ചെറുപ്പമല്ല, അതവന്റെ മനസ്സാണ്. എന്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ, 10 പൈസയേ ഉള്ളൂ, 5 പൈസയേ ഉള്ളൂ. എന്താണ് ഒരു നാണയം ഒരു വെറ്റിൽ ലഭിച്ച് വീണ് തന്ന് നമസ്കരിച്ചാൽ അതിന് ഫലസിദ്ധി ഉണ്ടായി. അല്ലാതെ നമ്മുടെ ഹൃദയത്ത് എത്ര കാലം 12 കൊല്ലം പഠിച്ചെന്ന് പറഞ്ഞാലും ഒന്നും തെളിയത്തില്ല. വെറുതെ എന്താണ് സമയം കളയാന്നേ ഉള്ളൂ. എന്താണ് അത്തരത്തിൽ വൈരാഗ്യം ഉണ്ടാകുന്ന നിർവേദമാപത്യ സദ്വിദ്വാൻ. അത്തരത്തിൽ വിദ്യാനിത്യ വസ്തുവിവേകം ഉണ്ടാകുമ്പോൾ
നിത്യമായതെന്താണ് അനിത്യമായതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യും? അനിത്യമായതിനെയൊക്കെ അങ്ങ് ഉപേക്ഷിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകും. പണ്ടറിയാൻ പുറത്തിൽ വെച്ചുകൊണ്ട് അമ്മമാര് പേറ്റിപ്പൊരുക്കും അല്ലേ? നെല്ല് അരിയല്ലേ നമ്മള് ഭക്ഷണത്തിന് മുമ്പ് കയറ്റിയിട്ടാണ് വെക്കുന്നത്. ഇപ്പൊ എന്താണ് എല്ലാം നമ്മൾ കവറിൽ മേടിക്കുന്നതുകൊണ്ട് അതിലൊന്നുമില്ല, എന്നാലും പേറ്റുന്നത് കാണാം അല്ലേ? ഇപ്പൊ കാണാനേ ഇല്ല. പക്ഷെ അവര് പേറ്റുക മലര് പേറ്റുക എല്ലാം എന്താണ് പേറ്റിയിട്ട് കൊത്തായതിനുള്ളതെല്ലാം പറത്തി അരി മാത്രം ശേഖരിക്കുന്നത് പോലെ അനിത്യമായതിനൊക്കെ അങ്ങ് കളയും അല്ലെ? നമ്മളത് ദൂരെ യാത്ര പോവുകയാണെന്ന് കരുതുക, എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകും? ഫ്ലൈറ്റിൽ യാത്ര പോകുന്നു, ട്രെയിനിൽ പോകുന്നു, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം പോകും. ഓവർകോട്ടും വീട്ടിൽ ഉപയോഗിക്കുന്ന വലിയ ഫ്ലാസ്കും തലയിണയും ഒക്കെ കെട്ടിപ്പിടിക്കൊണ്ട് പോകുമോ? ഒന്നുമില്ല, അത്യാവശ്യം വേണ്ടത് മാത്രം. അതാണ് യാത്രയ്ക്ക് കംഫർട്ട്, അത്യാവശ്യമുള്ളത് മാത്രം എടുക്കും. എന്നതുപോലെ നമ്മളൊരു ജീവിത യാത്രയിൽ പോവുകയാണ്, ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോകും, എന്തായാലും നമ്മൾ മരിച്ചു പോകും അല്ലെ? എന്താണ് എനിക്ക് എന്താണ് ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടത്, അതിന് ഞാൻ സമയം വിനിയോഗിക്കുന്നു അല്ലെ? അതിനു വേണ്ടി എന്റെ പ്രയത്നം വിനിയോഗിക്കുന്നു. വീട്ടിലവിടെ പല കല്യാണങ്ങളുണ്ട്, വിശേഷങ്ങളുണ്ട്, പ്രോഗ്രാമുണ്ട്. എന്താണ് എനിക്ക് ഈ ധർമ്മമീമാംസ വർഷത്തിൽ വന്നിരിക്കുന്നതാണ്, എന്റെ ഗുരുവിന്റെ അരികിൽ വന്ന്, എന്റെ ശാരദാമ്മയുടെ അരികിൽ വന്ന് 3 ദിവസം ഇരിക്കുന്നതാണ് എന്റെ സന്തോഷം എന്ന വിവേകം ഉണ്ടായത് കൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞെത്തിയത് അല്ലെ? എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞെത്തിയത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മുടെ പരമായ സന്തോഷം എന്ന അറിവിൽ നിന്നാണ്. പല കൃതിയും കേട്ടിട്ടുള്ളവരാണ്, പഠിച്ചിട്ടുള്ളവരാണ്, കൃതി ക്ലാസ് എടുക്കാൻ അറിയാവുന്നവരാണ്. എന്നാലും എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും കേൾക്കുന്നു അല്ലെ? ആത്മജ്ഞാനിയായ രമണ മഹർഷി പോലും ഗുരുദേവന്റെ കൃതി എന്താണ് കേട്ടു. ഇനിയൊന്നും നേടാനില്ല, ഇത് കേട്ടിട്ടൊന്നും നേടാനില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? കേൾക്കും തോറും ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരുപോൽ ജ്ഞാനം കൊണ്ടതിലേറി ഗാനം ചെയ്യുന്ന പരമഹംസജനം. ഒരു ആഗ്രഹിക്കുകയാണ് അല്ലെ? എന്താണ് ആഗ്രഹം? ജനം ഇത് കണ്ടു തെളിഞ്ഞാൽ ജനിമൃതി കൈവിട്ടിരിക്കുമന്നിലയിൽ മനതളിലൊന്നു കലർന്നാൽ അനവരതം സൗഖ്യമൊന്നു തന്നെ വരും. മനതളിലൊന്ന് കലർന്നാൽ മതി, ആ ഒരു നിമിഷം മനസ്സ് കലർന്നാൽ മതി. എന്താണ്? സകല അജ്ഞാന സംശയ വിപര്യങ്ങളും അവിടെ എരിഞ്ഞിറങ്ങി ഇല്ലാതെയായിട്ട് എന്താണ് ആനന്ദക്കടൽ താനേ പൊങ്ങിപ്പായും. ഗുരു ആഗ്രഹിക്കുന്നു ജനം ഇത് കണ്ട് തെളിഞ്ഞ, ഈ ജനങ്ങളൊക്കെ ഇത് കണ്ടൊന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ, ഇതിനെയൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ യുദ്ധവും കലഹവും ഒന്നും ആവശ്യമില്ല അല്ലെ? എന്താണ് നിത്യം എന്ന് അനിത്യം എന്നുള്ള വിവേകം മാത്രം മതി. ഈ ലോകത്തെ അല്പകാലം ജീവിച്ച് ഒരു ശലഭങ്ങളെ പോലെ ഇല്ലാതാകുന്ന നമ്മൾ എന്തിനു വേണ്ടി മത്സരിക്കുന്നു? ഒന്നിനും മത്സരിക്കേണ്ടെന്ന് ആവശ്യമില്ല അല്ലെ? എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ചക്ഷുശ്രവണ ഗടസ്തമാം ദർദുരം ഭക്ഷണത്തിന് ഉപേക്ഷിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി അടികൂടുകയാണ്. എവിടാണ് ഇരിക്കുന്നത്? ഭാര്യ പാമ്പിന്റെ വായിൽ നിന്നുകൊണ്ടാണ്. ഇപ്പൊ ഒരമ്മി എന്ന് പറഞ്ഞാൽ അമക്കിയ അകത്തോട്ട് പോകാനേ ഉള്ളൂ അല്ലെ? ആ ആളാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മരിക്കാം. തവളക്ക് പറയാൻ പറ്റുമോ? തവളക്ക് എന്താണ് വിവേകമില്ലാത്ത തവള എന്ത് ചെയ്യുന്നു? നാക്ക് നീട്ടുകയാണ് പുറത്തുകൂടി പറന്നു പോകുന്ന പ്രാണിക്ക് വേണ്ടി, ഒരു ഈച്ചയ്ക്ക് വേണ്ടി, കൊതുകിന് വേണ്ടി. പാമ്പിന്റെ വായിലിരിക്കുന്ന തവള നാക്ക് നീട്ടി പിടിക്കുന്നു. അവരെ ഇവൻ വിഴുങ്ങും, ഇവൻ ഇപ്പോഴും വിഴുങ്ങും. ഇതാണ് അങ്ങനെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോകര ചേതസ ഭോഗങ്ങൾ തരുന്നു. നമ്മളെല്ലാവരും തവളയെന്ന് വിചാരിക്കും അല്ലെ? തവളയാണോ ഇരിക്കുന്നത്? തവളയെ പറ്റിയാണോ പറയുന്നത്? പാമ്പിനെ പറ്റിയാണോ അവിടെ പറയുന്നത്? നമ്മളെ പറ്റിയാണോ പറയുന്നത്? ആ തവള ആരാണ്? നമ്മളാണ് തവള അല്ലെ? ആ തവള ആരുടെ വായിലിരിക്കുകയാണ്? പാമ്പ്. എന്താണ് പാമ്പ്? കാലം. നമ്മളെല്ലാവരെയും കാലം ഇങ്ങനെ അമക്കി വെച്ചിരിക്കുന്നത്. എപ്പ നമുക്കൊന്നും അറിയില്ല അല്ലെ? അതിന്റെ ഉള്ളിലിരിക്കുന്ന നമ്മളെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് അവിവേകം ഉണ്ടാകണം. നമുക്കത് പോകാവുന്നതേ ഉള്ളൂ. ആ നമ്മളെന്ത് വേണം? ആലോചന ചെയ്ത അവിടെ നാക്ക് നീട്ടുന്നത് പോലെ നാക്ക് നീട്ടി പിടിക്കരുത്. ഈ പാമ്പിന്റെ വായിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാമ്പിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടണം എന്ത് വേണം? കാലത്തെ അതിജീവിക്കണം അല്ലെ? കാലത്തെ മറികടക്കണമെങ്കിൽ അമൃതന്മാരായിട്ടിരിക്കണം, മരിക്കാത്തവരായിട്ടിരിക്കണം. ചെയ്യണം? പാലാഴി കടന്നെടുത്ത അമൃതം കഴിച്ചാൽ എന്താണ്? നമ്മൾ മരിക്കില്ല അല്ലെ? ഈ അമൃത കുമ്പുണ്ട് ആരാ? അമൃത കലശവും അമൃത കുംഭവുമായിട്ട് എന്താണ് അല്ലെ? പീയൂഷ ഹസ്തവും വെച്ച് ജ്ഞാനമുദ്രയേന്തി ചിന്മുദ്രയേന്തി
അമൃതത്വവുമായിട്ട് എന്താണ് ഇത് കഴിച്ചാൽ എന്താണ് മരണത്തെ അതിജീവിക്കാൻ. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്ന നിത്യവസ്തുവായ ആത്മസ്വരൂപമാണെന്ന അറിവിലൂടെ നമുക്ക് മരണത്തെ അതിജീവിക്കാൻ സാധിക്കും. ഒരു അമൃത വിദ്യയാണ് നമ്മൾ നേടുന്നത്. നമ്മളിനി മരിക്കുമോ? ഇല്ല, ശരീരം ഇല്ലാതെയാകും അല്ലേ? നമ്മള് എന്താണ് ആത്മാവായിട്ട് നമ്മളൊന്നും പ്രകാശിച്ചൂടെ. ഇതെന്താണ് നിരന്തരം ഓർക്കുന്നത്. എല്ലാവരെയും പഠിക്കേണ്ട എന്താണ് ഒരു പോയിന്റ് ഉറപ്പിച്ചാൽ എന്താണ് അമൃതത്വം കരസ്ഥമാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള അമൃത വിദ്യയുടെ ആ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. അപ്പോൾ നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാകുന്നു. നിതരാം നിർവേദം, ഇതൊരു തുടർച്ചയാണ്, തുടർന്നേ കൊണ്ടിരിക്കുകയാണ്. അതാണ് നിതരാം എന്ന് പറയുന്നത്. നിർവേദമാപത്യ വൈരാഗ്യത്തെ സമ്പാദിച്ചിട്ട് വിദ്വാൻ ശമം ദമം ഇതാണ് അന്തരിന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹം, ശമം ദമം, ശ്രദ്ധ, തിദിക്ഷ, ഉപരതി, സമാധാനം എന്ന 6 ഗുണങ്ങൾ നമ്മൾ നേടുക. അങ്ങനെ നേടിയ ഒരാൾ മുക്തികാമനായി പോകുന്നു, മുമുക്ഷുത്വം ഉണ്ടാകുന്നു, മോക്ഷത്തെ ആഗ്രഹിക്കുന്നു. നേരത്തെ മുങ്ങിയപ്പോ കടന്നുപോലുള്ള പിഴച്ചിട്ടുണ്ടായിട്ട് ആരെ സമീപിക്കണം? ആരെയാണ് സമീപിക്കേണ്ടത്? ഇതറിയാവുന്ന ഒരാളെ, അയാളെയാണ് ഗുരു എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ലോകത്ത് ആരാണ് ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്യുവാൻ, എന്നെ കൈപിടിച്ച് നടത്താൻ ആരാണുള്ളത് എന്ന് ലോകത്ത് നോക്കുമ്പോ ആരും കാണാനില്ല. മുഴുവൻ ഒരു ഊരിലുള്ളതായിട്ട് തോന്നും അല്ലെ? ഈ ലോകത്തൊന്നും ആരുമില്ലല്ലോ. അന്വേഷിച്ച് നടക്കുന്നു ശിഷ്യന്മാർ, അന്വേഷിച്ച് നടന്ന് മഹാഗുരുവിനെ കണ്ടെത്തുന്നത് അല്ലെ? ഗുരു ശിഷ്യന്മാരെ അന്വേഷിച്ച് പോവുക എല്ലാം ചെയ്യുന്നത് ശിഷ്യന്മാർ ഗുരുവിനെ അന്വേഷിച്ചു വരികയാണ്. സത്യജിജ്ഞാസുവായ പിള്ള ഇങ്ങനെ സത്യജിജ്ഞാസ